നമസ്കാരം. പ്ലസ് ടുവിന് ശേഷം ഇനി എന്ത് എന്നതിനെക്കുറിച്ച് സ്റ്റുഡൻസിനും പേരൻസിനും ഒക്കെ ധാരാളമായിട്ട് കൺഫ്യൂഷൻസ് ഉള്ള സമയമാണ്. ഇൻഫർമേഷൻസ് ധാരാളമായിട്ട് എല്ലായിടത്തും അവൈലബിൾ ആണ് എങ്കിൽ പോലും ശരിയായ തീരുമാനം എങ്ങനെ എടുക്കണം എന്നതിനെക്കുറിച്ചാണ് എല്ലായ്പ്പോഴും കൺഫ്യൂഷൻസ് ഉണ്ടാകാറ്. ഇതിനൊരു പരിഹാരമായിട്ടാണ് ഒരു സീരീസ് ഓഫ് വീഡിയോസ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത്. പാർട്ട് 1 ആയിട്ട് നമ്മൾ ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിനെ കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത്. കൊമേഴ്സ്, സയൻസ് സ്ട്രീമുകളെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നു പോകുന്നുണ്ട് എങ്കിൽ പോലും സയൻസ്, കൊമേഴ്സ് ആൻഡ് ലിബറൽ ആർട്സിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് വഴി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക. അതനുസരിച്ചിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം. ഞാൻ ഡോക്ടർ സജി ബാലകൃഷ്ണൻ, ചെയർമാൻ ആൻഡ് ചീഫ് കരിയർ മെന്റർ, പ്രൊവിൻസ് അക്കാഡമി ഓഫ് കരിയർ എഡ്യൂക്കേഷൻ. ഒരു ദശാബ്ദത്തിലധിക കാലം എഞ്ചിനീയറിംഗ് കോളേജുകളുടെ പ്രിൻസിപ്പലായിട്ട് ഇരുന്നതിൻ്റെ അനുഭവ സമ്പത്ത് കൂടി വെച്ചുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് ആഗ്രഹിക്കുന്നത്. ഓക്കെ, നമ്മൾ പ്ലസ് ടുവിന് ശേഷം എന്താണെന്നതിനെക്കുറിച്ചുള്ള മാർഗ്ഗരേഖയാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. സാധാരണയായിട്ട് ഒരു 6 പ്രധാന കൺഫ്യൂഷൻസ് ആയിട്ട് ആണ് നമ്മൾ കണ്ടുവന്നിട്ടുള്ളത്. ഒന്നാമത്തേത്, ഉപരിപഠനത്തിന് തിരഞ്ഞെടുക്കേണ്ട കോഴ്സുകൾ ഏതൊക്കെ എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള വരുന്ന സംശയം. ധാരാളം കോഴ്സുകൾ ഇപ്പോൾ നിലവിലുണ്ട്. രണ്ടാമത്തേത്, മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് വേറെയായിരിക്കും, കുട്ടിയുടെ ചിന്ത വേറെയായിരിക്കും. ഇത് രണ്ടും കൂടി ഒന്ന് സിങ്ക്രണൈസ് ചെയ്ത് പോകണമല്ലോ, ഇതെങ്ങനെ സാധിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ കൺഫ്യൂഷൻ. മൂന്നാമത്തേത് നോക്കിയാൽ യഥാർത്ഥ അഭിരുചി, സ്റ്റുഡൻസിൻ്റെ യഥാർത്ഥ അഭിരുചി എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അഭിരുചിക്ക് അനുസരിച്ചിട്ട് വേണമല്ലോ നമുക്ക് കോഴ്സുകളൊക്കെ ചെയ്യാനായിട്ട്. ഇതാണ് മൂന്നാമത്തെ പ്രധാന കൺഫ്യൂഷൻ. നാലാമത്, അഭിരുചി മാത്രം നോക്കിയിട്ട് ഉപരിപഠനം നടത്തിയാൽ ശരിയാകുമോ? ധാരാളം എക്സ്പേർട്സുകളൊക്കെ പറയും അഭിരുചി അനുസരിച്ചിട്ട് വേണം പഠിക്കാൻ എന്നുള്ളത്. പക്ഷേ അത് മാത്രം പഠിച്ചാൽ, എങ്ങനെ മാത്രം പഠിച്ചാൽ ജോലി കിട്ടുമോ എന്നുള്ളത് പ്രധാന ചോദ്യമാണ്, പ്രധാന കൺഫ്യൂഷനാണ്. അഞ്ചാമത്തെ കൺഫ്യൂഷൻ, ഇതൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഏത് കോളേജിൽ പഠിക്കണം എന്നുള്ളതാണ്. ഇനി ഏത് കോളേജിൽ പഠിക്കണം എന്നുകൂടി തീരുമാനിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടുള്ള സംശയം, ഇവിടെ ഈ കോളേജിൽ അല്ലെങ്കിൽ ഇതത് കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ട പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഇക്കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് കൺഫ്യൂഷൻസ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് ഇൻഡിവിജ്വലായിട്ട് നമുക്ക് വീഡിയോ പിന്നീട് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, ആവശ്യപ്പെടുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് സെപ്പറേറ്റ് വീഡിയോസ് ചെയ്യാം. ആദ്യം പറഞ്ഞതുപോലെ ഇത് പാർട്ട് 1 ഓഫ് ദ വീഡിയോ ആണ്. നമുക്ക് ഉപരിപഠനത്തിന് ഏതൊക്കെയാണ് കോഴ്സുകൾ എന്ന് നോക്കാം, പ്രധാനമായിട്ടും ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിൽ. ഇതിനു മുമ്പ് നമുക്ക് പ്ലസ് 2 കഴിയുമ്പോൾ ഏതൊക്കെയാണ് സ്ട്രീം എന്ന് നോക്കാം. പ്ലസ് 2വിന് ശേഷം ഉപരിപഠനത്തിലേക്ക് പോകുമ്പോൾ പ്രധാനമായിട്ടും 3 സ്ട്രീമുകളാണുള്ളത്. ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്, സയൻസ് സ്ട്രീം, കൊമേഴ്സ് സ്ട്രീം. ഇത് 3 നമുക്കറിയാം. എന്നാൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി NEP 2020യുടെ ഭാഗമായിട്ട് കൂടി ഇപ്പോൾ 4ാമതൊരു ബ്രാഞ്ച് കൂടി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, 4ാമതൊരു സ്ട്രീം കൂടി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരാണ് ലിബറൽ ആർട്സ്. ഒരു പ്രധാന കാര്യം മനസ്സിലാക്കേണ്ടത്, ഏത് കോഴ്സുകൾ തിരഞ്ഞെടുക്കണം എന്ന് തീരുമാനിക്കുന്നത് ഏത് ജോലിയിലേക്ക് നമുക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്നത് അനുസരിച്ചായിരിക്കണം. പ്ലസ് 2വിന് ശേഷം ITI പഠിക്കാം, അല്ലെങ്കിൽ ഡിപ്ലോമയ്ക്ക് പോകാം, ഡിഗ്രി കോഴ്സുകൾ പഠിക്കാം, പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട് ധാരാളമായിട്ട്, അത് വേണമെങ്കിൽ പഠിക്കാം. അതല്ലെങ്കിൽ ചെറിയ ചെറിയ സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ കേട്ടിട്ടുണ്ട്, 3 മാസത്തെ 6 മാസത്തെ അങ്ങനത്തെയൊക്കെ സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ അവൈലബിൾ ആണ്, അത് പഠിക്കാം. അതുമല്ലെങ്കിൽ പ്ലസ് 2വിന് ശേഷം ട്രെയിനി ആയിട്ട് നമുക്ക് ഏതെങ്കിലും ജോലിക്ക് കയറുകയും ചെയ്യാം. ഇതാണ് പ്രധാനമായിട്ടും കണ്ടുവന്നിട്ടുള്ള ഒരു 6 ഡിവിഷൻ പറയാവുന്നത്. ഇതിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഡിഗ്രി പഠനം മാത്രമായിരിക്കും ഈ വീഡിയോയിൽ. ജനറലി പറയുകയാണെങ്കിൽ പ്ലസ് 2വിന് ശേഷം നമുക്ക് പോകാവുന്നത് ആർട്സ് ഡിഗ്രിക്ക് പോകാം, കൊമേഴ്സ് ഡിഗ്രി പോകാം, നിയമം പഠിക്കാം, മെഡിസിൻ പഠിക്കാം, എഞ്ചിനീയറിംഗ് പഠിക്കാം, മാനേജ്മെൻറ്റ് ഡിഗ്രികൾ പഠിക്കാം. ഇതൊക്കെയാണ് ഒരു ജനറൽ സ്ട്രീംസ് ഓഫ് ഹയർ സ്റ്റഡീസ് ആഫ്റ്റർ പ്ലസ് 2 എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആദ്യം പറഞ്ഞതുപോലെ ഈ വീഡിയോയിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഉപരിപഠനത്തിന് ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് സ്ട്രീമിൽ എന്തൊക്കെയാണ് അവസരങ്ങൾ എന്നാണ്. പ്രത്യേകിച്ചും ഡിഗ്രി കോഴ്സുകൾ മാത്രമാണ് നമ്മൾ ഇപ്രാവശ്യം ഡിസ്കസ് ചെയ്യുന്നത്. ജനറലി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇൻ്റർനാഷണലി, കാരണം ധാരാളം ജോലി മേഖലകളാണുള്ളത്, അതുകൊണ്ട് ഒരു 16ലധികം ജോലി മേഖലകൾ തരംതിരിച്ചിട്ടുണ്ട്. ഇൻ്റർനാഷണലി ഇത് തിരിച്ചിട്ടുള്ളതാണ്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ ആൻഡ്, ഇത് കൊമേഴ്സിന് മാത്രമല്ല എല്ലാ സ്ട്രീമുകളിലും കൂടിയിട്ട്, ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം, ആർട്സ്, ഓഡിയോ വിഷ്വൽ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്, ലോ ആൻഡ് പബ്ലിക് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, ഹ്യൂമൻ സർവീസസ്, ഗവൺമെൻറ് ആൻഡ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, എല്ലാം ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇതുപോലെ ഒരു 16 ഡൊമൈൻസ് ആയിട്ടാണ് പ്രധാനമായിട്ടും ജോലികൾ തിരിച്ചിട്ടുള്ളത്. ഇതിൽ നമ്മൾ ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിൻ്റെ ജോലി വിഭാഗങ്ങൾ സംസാരിക്കും. അതോടൊപ്പം തന്നെ ഹയർ സ്റ്റഡീസിന് ഏതെല്ലാം ഡിഗ്രി കോഴ്സുകളാണ് എടുക്കേണ്ടതെന്ന് കൂടിയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വരുന്ന ജോലി മേഖലകൾ നമുക്കൊന്ന് നോക്കി പോകാം. ഒന്നാമത്തേത് ആർക്കിയോളജിക്കൽ സർവേ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ധാരാളം പുരാവസ്തു ഗവേഷണം ഒക്കെ ഉൾപ്പെടുന്ന ഭാഗമാണത്. രണ്ടാമത്തേത് സിവിൽ സർവീസസ്, കളക്ടറൊക്കെ ആകുന്നതിന് വേണ്ടിയിട്ട് IAS, IPS, IFS ഒക്കെ എടുക്കാം. സിവിൽ സർവീസ് ഒരു ജോലി മേഖലയാണ്. ഇക്കണോമിക്സ് പഠിക്കാം. നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഒക്കെ വലിയ ഇക്കണോമിസ്റ്റ് ആയിരുന്നു. ഹിസ്റ്ററി, ഹോട്ടൽ മാനേജ്മെൻറ്റ്, ഇൻ്റർനാഷണൽ റിലേഷൻസ്, ശരിക്കും വിദേശ ബന്ധങ്ങളൊക്കെ വളരെയധികം ആവശ്യമുള്ളൊരു സമയമാണ് ഇപ്പോൾ. ഇൻ്റർനാഷണൽ റിലേഷൻസിലേക്ക് പഠിക്കാൻ നമുക്ക് ആർട്സ് ആൻഡ് സയൻസ് വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നതാണ്.
ജേർണലിസമാണ് വേറൊരു മേഖല. ലോ, നിയമം പഠിക്കാം, വക്കീലാകുന്നതിനൊക്കെ അഡ്വക്കേറ്റ് ആകുന്നതിനൊക്കെ സാധിക്കുന്നതാണ്. സൈക്കോളജി, സോഷ്യോളജി, സോഷ്യൽ വർക്ക് ആൻഡ് ധാരാളമായിട്ട് മറ്റ് ഓപ്ഷൻസും നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ പ്രത്യേകിച്ചും ടെക്നോളജിയുടെയൊക്കെ വലിയ വളർച്ച ഉണ്ടായതുകൊണ്ട് IT ആൻഡ് IT എനേബിൾഡ് കോഴ്സുകൾ കൂടി ആർട്സ് ആൻഡ് സയൻസ് വിദ്യാർത്ഥികൾക്ക് സാധിക്കുമെന്ന് പ്രത്യേകം മനസ്സിൽ വെച്ചുകൊള്ളണം. ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് പറ്റുന്ന ജോലി മേഖലകളാണ്. പ്രത്യേകമായി തിരഞ്ഞെടുക്കാവുന്ന ജോലി മേഖലകൾ ധാരാളമായിട്ടുണ്ട്. അതാണ് നമ്മളൊരു ജോലി മേഖലകളായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. ഇനി ഇതിന് പറ്റിയ എന്തൊക്കെയാണ് ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ്, ഡിഗ്രി ഓപ്ഷൻസ് എന്ന് നോക്കാം. ജനറലി തിരഞ്ഞെടുക്കുന്ന ഡിഗ്രികളെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നത്. BA ഇക്കണോമിക്സ്, BA ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ. അത് നമുക്ക് എഴുതാനൊക്കെ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക്, കഥയും കവിതയൊക്കെ എഴുതുന്നവർക്ക് ഇംഗ്ലീഷ് ആയാലും മലയാളമായാലും ഏത് ലാംഗ്വേജിലായാലും BA സാധ്യമാണ്. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പ്രത്യേകിച്ചും ഇംഗ്ലീഷിൽ എഴുതണമെന്നുള്ളവർക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചറും സാധ്യമാണ്. BA ഇൻ ഹിന്ദി, BA ഹിസ്റ്ററി, BA ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസസ്, BA അനിമേഷൻ ഒരു പ്രത്യേക കോഴ്സ് ഇപ്പോൾ ന്യൂ ജനറേഷൻ കോഴ്സുകളിൽ ഒന്നാണ് BA അനിമേഷൻ. ധാരാളം സ്കോപ്പ് അതിനും ഉണ്ട്. BA ഫൈൻ വിഷ്വൽ ആൻഡ് പെർഫോമിംഗ് ആർട്സ്, BA LLB അഡ്വക്കേറ്റ് ഒക്കെ ആകുന്നതിന് BA LLB പോസിബിളാണ്. BA ഇൻ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ട്രാവൽ, BA സോഷ്യോളജി എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗത്തെക്കുറിച്ചുള്ള ഒരു പഠനശാഖയാണ് BA സോഷ്യോളജി. ബാച്ചിലർ ഓഫ് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ, ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സ് BFA എന്ന് പറയും, അങ്ങനത്തെ കോഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ബാച്ചിലർ ഓഫ് ജേർണലിസം, ബാച്ചിലർ ഓഫ് മാസ് മീഡിയ BMM എന്ന് പറയും. BCA ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, അതിനുശേഷം നമുക്ക് MCA ഒക്കെ എടുത്ത് IT ഫീൽഡിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്. BLib ലൈബ്രറി സയൻസിലേക്ക് നമുക്ക് ഡിഗ്രി എടുക്കാം. BSW ബാച്ചിലർ ഓഫ് സോഷ്യൽ വർക്ക്സ് ആൻഡ് ധാരാളമായിട്ട് അതർ ഡിഗ്രി കോഴ്സസ് പോസിബിളാണ്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ പോലെ ഉള്ള കോഴ്സുകളുണ്ട് നമുക്ക് പഠിക്കാവുന്നത്. ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് പഠിച്ചാൽ ഇന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ ക്ലർക്ക് മുതൽ കളക്ടർ വരെയുള്ള ധാരാളം ഓപ്ഷൻസാണ് നമ്മുടെ മുന്നിലുള്ളത്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, കാലം മാറിയിരിക്കുന്നു. അതുകൊണ്ട് പഠനകാലത്ത് തന്നെ നമ്മൾ ചില സ്കില്ലുകൾ അക്വയർ ചെയ്യേണ്ടതുണ്ട്. അതിലൊന്ന് സോഷ്യൽ മീഡിയ എക്സ്പെർട്ടൈസാണ്. നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ, ഫേസ്ബുക്ക് പ്രൊഫൈൽ, അതുപോലെ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഒന്നും ഇന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതിലൊക്കെ നമുക്ക് ശ്രദ്ധ കൊടുക്കണം. ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ആണ്, നമുക്കിത് വേണ്ട എന്ന് ചിന്തിക്കരുത്. അതോടൊപ്പം തന്നെ പ്രോഗ്രാമിംഗ് സ്കിൽസ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലായ്പ്പോഴും കുട്ടികൾ വരുന്ന ഒരു വലിയ അബദ്ധമാണ്. ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ആണല്ലോ പഠിക്കുന്നത്, അതുകൊണ്ട് പ്രോഗ്രാമിംഗ് സ്കിൽ പഠിക്കേണ്ട എന്ന് തോന്നുന്നു. അങ്ങനെയല്ല. ബേസിക് സ്കില്ലുകൾ നമ്മൾ പ്രോഗ്രാമിങ്ങിലും പഠിച്ചെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ പോലും അത് നമ്മുടെ ധാരാളം ജോലി സാധ്യതകൾ, പുതിയ ജോലി മേഖലകൾ നമുക്ക് ഓപ്പൺ ചെയ്തു തരും. അടുത്തത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലും ഇതുപോലുള്ള ശ്രദ്ധ നിങ്ങൾ കൊടുക്കണം. ഇന്ന് AI ഇല്ലാത്ത ഒന്നും തന്നെ ഇല്ല. ChatGPT തുടങ്ങിയ ധാരാളമായിട്ടുള്ള AI റിലേറ്റഡ് സോഫ്റ്റ്വെയറുകൾ ഇന്ന്, പാക്കേജുകൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. അതൊക്കെ ഉപയോഗിക്കാൻ പഠിച്ചിരിക്കണം. ഇതോടൊപ്പം ഗ്ലോബൽ ട്രെൻഡ്സിനെ കുറിച്ച് നമ്മൾ അവെയർ ആയിരിക്കണം. എന്താണ് രാജ്യാന്തര കാര്യങ്ങളിൽ സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് ജനറൽ നോളജ് നമുക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ രണ്ട് കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടത്, ഒന്ന് നമ്മുടെ സോഫ്റ്റ് സ്കിൽസ്. എന്താണ് സോഫ്റ്റ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ലീഡർഷിപ്പ് സ്കിൽസ്, ഇതൊക്കെ പഠനകാലത്ത് തന്നെ ഡെവലപ്പ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നീട് ഡൊമൈൻ സ്കിൽസ് എന്ന് പറയും. ഡൊമൈൻ സ്കിൽസ് എന്ന് പറയുന്നത് നമ്മുടെ മേഖല ഏതാണോ അതിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ HR ആണ്, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻ്റ് ആണ് നമ്മുടെ മേഖലയെ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അതിലേക്ക് വേണ്ട സ്കില്ലുകൾ, ചില പാക്കേജുകളുണ്ട്. പ്രൊജക്ട് മാനേജ്മെൻ്റ് ആണ്, അതിൻ്റെ പാക്കേജുകളുണ്ട്. ഇതൊക്കെ പഠിച്ചെടുക്കുന്നതിന് ഡൊമൈൻ സ്കിൽ എന്ന് പറയും. അതായത് ഡൊമൈനുകളിൽ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിനും പ്രത്യേകം ശ്രദ്ധിക്കണം. സോഫ്റ്റ് സ്കിൽസിൻ്റെയും ഡൊമൈൻ സ്കിൽസിൻ്റെയും ഒക്കെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ നേരത്തെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇത്ര കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ട് ആവശ്യമുണ്ടെങ്കിൽ, എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.